ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന് നമ്മൾ തുടക്കത്തിൽ പറയുമ്പോഴും ഈ വിമാന സർവീസുകളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിച്ചിട്ടില്ല. കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 17 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ഗൾഫിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള 16 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ വാർത്തയൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. എല്ലാം പതിയെ സാധാരണ നിലയിലേക്കാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ഇപ്പോഴും വിമാന സർവീസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ മേഖലകളിലുമൊക്കെയുള്ള പ്രതിസന്ധി തുടരുകയാണ്. ഇന്ന് കരിപ്പൂരിലെ സ്ഥിതി എന്താണ്? തീർച്ചയായിട്ടും ചില സമാധാനത്തിന്റെ വാർത്തകളൊക്കെ വരുമ്പോൾ പോലും ഈ വിമാന സർവീസുകൾ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് എത്തിയിട്ടില്ല. കരിപ്പൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 20ഓളം സർവീസുകൾ റദ്ദാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്നും 16 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 16 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ദുബായ്, അതുപോലെ തന്നെ ദോഹ, ദമാം, ബഹ്റൈൻ, ജിദ്ദ തുടങ്ങിയ ഷാർജ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. തിരിച്ചും 16 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ റിയാദിലേക്കും അതുപോലെ തന്നെ മസ്കറ്റിലേക്കും 2 വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. ഒന്ന് ഫ്ലൈനാസിന്റെ വിമാനവും മറ്റൊന്ന് സൗദി അറേബ്യയുടെ മറ്റൊരു വിമാനവും ഇന്ന് രാവിലെ 2 വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. അത് തിരിച്ച് കരിപ്പൂരിലേക്കും എത്തിയിരുന്നു. ഇന്ന് രാത്രി 6 മണിക്ക് ശേഷം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന റിയാദിലേക്കുള്ള 2 വിമാനങ്ങൾ കൂടെയുണ്ട്. അതടക്കം പുറപ്പെടുമെന്നും ഇതോടുകൂടി എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം നാളെയും കൂടുതൽ സർവീസുകൾ റദ്ദാക്കുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നത്.